സ്വർണ്ണവില നാളെയും കുറയുമോ? ഇന്ന് തന്നെ വാങ്ങണോ അതോ കാത്തിരിക്കണോ? സംഭവിക്കുന്നത് ഇത്. തുടർച്ചയായ റെക്കോർഡ് സൃഷ്ടിക്കലിന് ശേഷം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വിലയിൽ ഇന്ന് ഇടിവുണ്ടായിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് സ്വർണം ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പ് നടത്തിയത്. പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം വിലയിടിഞ്ഞു. ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചപ്പോഴും ഗണ്യമായ ഇടിവാണ് സ്വർണം, വെള്ളി വിലകളിലുണ്ടായത്. ഇതോടെ നിക്ഷേപകർക്കിടയിലും ഉപഭോക്താക്കൾക്കിടയിലും നേരിയ സംശയവും ഉടലെടുത്തിട്ടുണ്ട്. ഈ ഇടിവ് ഒരു വാങ്ങൽ അവസരമാണോ അതോ ഇനിയും കാത്തിരിക്കണോ എന്നതാണ് അത്. ആഭ്യന്തര വിപണിയിൽ എംസെക്സ് സ്വർണം 1,63,000 രൂപ മുതൽ 1,80,500 രൂപ വരെയുള്ള ശ്രേണിയിലേക്ക് തിരിച്ചുവന്നു. അടുത്തിടെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ 1,80,779 രൂപയിലെത്തിയതിനു ശേഷം ഇത് തണുത്തു. 4,20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്ഫോടനാത്മകമായ ഉയർച്ചയ്ക്ക് ശേഷം വെള്ളിയും കുത്തനെ ഇടിഞ്ഞു. അതേസമയം വില താഴ്ന്നെങ്കിലും ഇപ്പോഴും ഉയർന്ന നിലയിലാണ്. എൻഡിച്ച് മണിയുടെ സിഇഒ പൊന്മുടി ആര് പറയുന്നതനുസരിച്ച് സമീപകാല റാലിയുടെ ആവേശകരമായ വേഗത കണക്കിലെടുക്കുമ്പോൾ ഈ പിൻവാങ്ങൽ അസാധാരണമല്ല. സ്വർണം വളരെ വേഗത്തിൽ വില കുതിച്ചുയർന്നു. അതിനാൽ ഈ കൂളിംഗ് ഓഫ് ഘട്ടം ആരോഗ്യകരമാണ്, അദ്ദേഹം പറഞ്ഞു. വില കുറയുമ്പോഴെല്ലാം സ്ഥിരമായ വാങ്ങലുകൾ ഞങ്ങൾ ഇപ്പോഴും കാണുന്നു. വലിയ പ്രവണത വളരെ കേടുകൂടാതെയിരിക്കുന്നുവെന്ന് ഇത് നിങ്ങളെ സൂചിപ്പിക്കുന്നു, പൊന്മുടി പറഞ്ഞു. ആഗോളതലത്തിലും ഇന്ത്യയിലും ലാഭമെടുപ്പ് നടത്തിയതാണ് ഇപ്പോഴത്തെ ഇടിവിന് പ്രധാന കാരണം. ആഴ്ചകളോളം തുടർച്ചയായ നേട്ടങ്ങൾക്ക് ശേഷം താഴ്ന്ന നിലവാരത്തിൽ വാങ്ങിയ വ്യാപാരികൾ അവരുടെ ഹോൾഡിംഗുകളുടെ ഒരു ഭാഗം പണമാക്കി മാറ്റുന്നു. ഇത് വിലകളിൽ സ്വാഭാവികമായ താഴേക്കുള്ള സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. പക്ഷേ പ്രവണതയെ മറികടക്കാൻ പര്യാപ്തമല്ല. അന്താരാഷ്ട്ര കോമെക്സ് എക്സ്ചേഞ്ചിൽ സ്വർണത്തിന്റെ വില $5,600 മുകളിലെത്തിയപ്പോൾ അത് $5,160–5,320 മേഖലയിലേക്ക് താഴ്ന്നു. വികാരത്തിലെ മാറ്റത്തേക്കാൾ ഇത് ഒരു സാങ്കേതിക പുനഃസജ്ജീകരണമാണെന്ന് പൊന്മുടി പറയുന്നു. സ്വർണം ഇപ്പോഴും പ്രധാന മൂവിംഗ് ആവറേജുകളെക്കാൾ വളരെ മുകളിലാണ്. അതായത് സാധാരണയായി വിപണി ഒരു ആശ്വാസം കണ്ടെത്തുകയാണ്, ദിശ മാറ്റുകയല്ല, അദ്ദേഹം പറഞ്ഞു. $5,050–5,150 സപ്പോർട്ട് ബാൻഡിന് ചുറ്റും ശക്തമായ വാങ്ങല് താൽപര്യം സ്ഥിരമായി ഉയർന്നുവരുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയും സമാനമായ രീതിയിൽ പെരുമാറുന്നു. ഇപ്പോൾ 108 മുതൽ 111 വരെ ഡോളറിനടുത്ത് നിൽക്കുന്ന കോമെക്സ് വെള്ളി $121.6 റെക്കോർഡ് ഉയർന്ന നില പരീക്ഷിച്ചതിന് ശേഷം ഏകീകരിക്കുകയാണ്. വെള്ളി കുത്തനെ ഉയരുകയും താഴുകയും ചെയ്യുന്നു, പൊന്മുടി പറഞ്ഞു. എന്നാൽ വിലകൾ പ്രധാന സപ്പോർട്ട് സോണുകൾക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം വിശാലമായ ആക്കം പോസിറ്റീവായി തുടരും എന്നും അദ്ദേഹം വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിലും ആഭ്യന്തര ചാർട്ടുകൾ അതേ സൂചന നൽകുന്നു. സ്വർണത്തിന് 1,57,000–1,59,000 രൂപ ഏരിയ ശക്തമായ അടിത്തറയായി തുടരുന്നു. വെള്ളിക്ക് 3,55,000–3,60,000 രൂപയ്ക്ക് ചുറ്റും പിന്തുണ കണ്ടെത്തുന്നു. അവിടെ ഓരോ പിൻവലിക്കലിലും വാങ്ങുന്നവരെ ചുവടുവെക്കുന്നു. ഇപ്പോൾ സ്വർണമോ വെള്ളിയോ വാങ്ങാനുള്ള സമയമാണോ എന്നതായിരിക്കും എല്ലാവരുടെയും ഉള്ളിലുള്ള ചോദ്യം. നിലവിലെ പ്രവണതകളെ അടിസ്ഥാനമാക്കി ഇതുപോലുള്ള ഇടിവുകൾ വാങ്ങാനുള്ള അവസരങ്ങളാണ് എന്ന് വിശകലന വിദഗ്ധർ പൊതുവെ സമ്മതിക്കുന്നു. ആരെങ്കിലും ദീർഘകാല മൂല്യശേഖരമായി സ്വർണമോ വെള്ളിയോ വാങ്ങുകയാണെങ്കിൽ ഒറ്റയടിക്ക് പൂർണ്ണമായും വാങ്ങുന്നതിനേക്കാൾ വളരെ അർത്ഥവത്തായ സമയം ഇതാണ്, പൊന്മുടി പറഞ്ഞു. ഈ പിൻവലിക്കലുകൾ റാലിയെ പിന്തുടരാതെ മികച്ച തലങ്ങളിൽ പ്രവേശിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു. എന്നിരുന്നാലും ഹ്രസ്വകാല വ്യാപാരികൾ തുടർച്ചയായ ചാഞ്ചാട്ടങ്ങളെ നേരിടാൻ തയ്യാറാകണം. രണ്ട് ലോഹങ്ങളും ഹ്രസ്വകാലത്തേക്ക് അമിതമായി ഇടിയുന്നതിനാൽ കുത്തനെയുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് സാധ്യതയുണ്ട്. ദീർഘകാല പ്രവണത മുകളിലേക്ക് പോകുമെന്നതാണ് പ്രധാന കാര്യം. എന്നാൽ ഏറ്റവും സമർത്ഥമായ സമീപനം ഘട്ടം ഘട്ടമായി വാങ്ങുക എന്നതാണ്.